ഹായ് ഗൈസ്, എല്ലാവർക്കും പി എസ് സികളിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ 2026 പുതിയ ചോദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. 2026 നടന്ന 10th ഫിലിംസിൻ്റെ മൂന്നാമത്തെ സ്റ്റേജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിൻ്റെ താഴ്വരയിൽ സാന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം ഏതാണ്? ഓപ്ഷൻ ഡി ദാമിൻ കോഹാണ് ശരിയായിട്ടുള്ള ഉത്തരം. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ എ സൗമൻ സെൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതാണ്? 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഓപ്ഷൻ സി കണ്ണൂരാണ്. 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ഓപ്ഷൻ ബി EP രാജഗോപാലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അയ്യാവഴി എന്നറിയപ്പെടുന്ന വിശ്വാസ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അയ്യാവഴി എന്നറിയപ്പെടുന്ന വിശ്വാസ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികളാണ്. അഭിനവ കേരളം മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ്റേതാണ്. 1818 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി ഏതാണ്? ഓപ്ഷൻ എ ഡൗസൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശി അച്ചടിശാല ഏതാണ്? ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശി അച്ചടിശാല സെൻറ്റ് ജോസഫ് പ്രസ് ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം ഏതാണ്? ഓപ്ഷൻ എ ഷോർട്ട് ഗായ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, CE 1-ാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക് ഏതാണ്? ഓപ്ഷൻ ബി യൗദേയർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, സമ്പൂർണ്ണമായി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? സമ്പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ സവിശേഷതകൾ ഏതെല്ലാമാണ്? ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു. ഇവ രണ്ടും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ 4 പ്രധാന മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖല ഏതാണ്? ഓപ്ഷൻ സി സുവർണ ചതുഷ്കോണമാണ് ശരിയായിട്ടുള്ളത്. സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്നത് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ തുടങ്ങിയവയാണ്. കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി ഏതു നദിയിലാണ്? കൃഷ്ണരാജസാഗർ കാവേരി നദിയിലാണ്. താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധ വരണ്ട സമതലമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നത് രാജസ്ഥാൻ ഭാഗർ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ഇവിടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്തത് അഫ്ഗാനിസ്ഥാനാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അലോഹ ധാതു ഏതാണ്? ഇതിലെ അലോഹ ധാതു മൈക്കയാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത് പുതിയവ ഖാദർ എന്നും പഴയത് ഭങ്കർ എന്നുമാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബുഗ്യാൽ ഉൾപ്പെടുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് ബുഗ്യാൽ ഉൾപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ അവശിഷ്ട പർവ്വതം ഏതാണ്? ഇവിടെ അവശിഷ്ട പർവ്വതമായിട്ട് വരുന്നത് ആരവല്ലിയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഗദ്ദാർ പാർട്ടി സ്ഥാപിതമായ വർഷം ഏതാണ്? ഗദ്ദാർ പാർട്ടി 1913 സ്ഥാപിതമായത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏതാണ്? ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ മണിപ്പൂരാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ്?
മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ബെൽഗാം സമ്മേളനമാണ്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കുവഹിച്ച നേതാവ് ആരാണ്? ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കുവഹിപ്പിച്ച നേതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ ബി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി രൂപീകൃതമായ കമ്മിറ്റി ഏതാണ്? മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഓപ്ഷൻ എ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിച്ചിരുന്നത്? ഓപ്ഷൻ സി രാജസ്ഥാനാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഓപ്ഷൻ ബി 2005 ശരിയായിട്ടുള്ള ഉത്തരം. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് തിരിച്ചറിയുക. ഇവിടെ ഓപ്ഷൻ ബി ആണ് പരിധിയിൽ വരാത്തത്. സർക്കാർ പത്രക്കുറിപ്പുകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, ഗവൺമെന്റ് സർക്കുലറുകൾ ഇവയെല്ലാം വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നവയാണ്. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? ഓപ്ഷൻ എ മാഡം ഭിക്കാജി കാമയാണ്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ടത് ജനുവരി 24, 1950. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? ക്യോ വാറന്റോയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയത് 86 ഭേദഗതി പ്രകാരമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതെല്ലാമാണ്? ഇവിടെ ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്നത് 1ഉം 3ഉമാണ്. ചിന്നാറും പെരിയാറുമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായത് ഏതാണ്? ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. തൃശൂർ ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്. വയനാട് തമിഴ്നാട്, കർണാടക സംസ്ഥാനവുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭാരതപ്പുഴ കേരളത്തിൽ കൂടി ഒഴുകുന്ന ജില്ലകൾ ഏതെല്ലാമാണ്? ഭാരതപ്പുഴ കേരളത്തിലൂടെ ഒഴുകുന്നത് പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, അർജുന അവാർഡ് നേടിയ KC ഏലമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാണ് KC ഏലമ്മ. വോളിബോൾ കായിക ഇനത്തിൽ പ്രസിദ്ധമാണ്. അടുത്തത്, നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇവിടെ ഓപ്ഷൻ ബി 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2025 നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നദി നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ ഏതാണ്? ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായലാണ്. 1972 ഇന്ത്യ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് കേരളത്തിലെ ഏത് തുറമുഖത്താണ് ആദ്യമായി നടപ്പിലാക്കിയത്? ഓപ്ഷൻ സി നീണ്ടകരയാണ് ഇൻഡോ നോർവീജിയൻ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ളത്. കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയെ കർണാടകത്തിലെ മൈസൂരുമായിട്ട് ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരം നിലമ്പൂർ ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് നീങ്ങുന്ന പാതയാണ്. കമ്പം ചുരം തൊടുപുഴ, കട്ടപ്പന, നെടുങ്കണ്ടം പ്രദേശങ്ങളെ തമിഴ്നാട്ടിലെ കമ്പം, മധുര പ്രദേശങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ തെറ്റാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ ഡാമുകൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നതാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി ശൃംഖലകളെയും അതിൻ്റെ കണ്ണികളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ആരംഭിച്ച ലഹരി വേട്ട ഏതാണ്? ഓപ്ഷൻ ബി ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ട് എന്നതാണ്. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനം ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനം. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ സി അയ്യങ്കാളിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നാമം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ശരിയായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ 1, 3, 4 ശരിയായിട്ടുള്ളത്. കേരളത്തിൽ ആദ്യത്തെ മിശ്രഭോജന സംരംഭമായി ആരംഭിച്ച സാമൂഹ്യ സംഘടന ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ മിശ്രഭോജന സംരംഭമായി ആരംഭിച്ച സാമൂഹ്യ സംഘടന ഓപ്ഷൻ എ സഹോദര പ്രസ്ഥാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏതാണ്? 2026 ലോക പരിസ്ഥിതി ദിനം ഓപ്ഷൻ ഡി അസർബൈജാനിലാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് നടത്തിയ കാൽനട സമരപ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? ഓപ്ഷൻ സി AK ഗോപാലനാണ്. മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഇവിടെ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് 1, 2, 4 വാഗൺ ട്രാജഡി ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നടന്നതാണ്. അടുത്തത്, പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന ഏതാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന ബാല സമുദായ പരിഷ്കരണ സഭയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. സ്കർവി എന്തിന്റെ അഭാവം മൂലമാണ്? ജീവകം സിയുടെ അഭാവം മൂലമാണ്. പക്ഷിപ്പനിക്ക് കാരണമായത് H5N1 ആണ്. ഷിക് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനാണ്? ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയയ്ക്കാണ് ഉപയോഗിക്കുന്നത്. ആനക്കൊമ്പൻ എന്നത് വെണ്ടയുടെ വെറൈറ്റിയാണ്. അശ്വമേധം പദ്ധതിയെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? അശ്വമേധം എന്നത് കുഷ്ഠരോഗ നിർമ്മാർജ്ജനമാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി കൊൽക്കത്തയാണ്. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്താണ്? DDT ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലിംഫ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്തത് ഏതാണ്? ഇവിടെ ലിംഫ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്തത് വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു എന്നതാണ്. സ്പ്ലീൻ, തൈമസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുന്നു. ചുവന്ന രക്താണുക്കൾ കാണപ്പെടുന്നില്ല. രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു എന്നിവ ലിംഫ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയായവയാണ്. DNA-യിൽ ഉള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? ഇവിടെ ഓപ്ഷൻ ബി തൈമിനാണ് ശരിയായിട്ടുള്ളത്. ശുദ്ധജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഒരാറ്റത്തിന്റെ മൂന്നാമത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്രയാണ്? ഓപ്ഷൻ സി 18 ആണ്. ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കാത്ത ഘടകം ഏതാണ്? സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കാത്ത ഘടകം വസ്തുവിന്റെ നിറമാണ്. പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ പതനകോണും പ്രതിപതന കോണും തുല്യമാകുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ എപ്പോഴും തുല്യമായിരിക്കും. ഒരു കലോറി എത്ര ജൂളാണ്? ഒരു കലോറി എന്നത് 4.2 ജൂളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉള്ള അളവ് ഏതാണ്? പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉള്ളത് ഊർജത്തിനാണ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് കോബാൾട്ട് 60 ആണ്.
അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിൻ്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയായത് ഏതാണ്? ഇവിടെ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ധാതുക്കളുടെയും അയിരുകളെയും സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. സിങ്ക് ലോഹവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ പുറത്തേക്ക് വരുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് മാത്സിലെ ചോദ്യങ്ങളാണ്. ഉത്തരങ്ങൾ മാർക്ക് ചെയ്തു പോകാം. 81ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 82 ഓപ്ഷൻ സി ആണ്. 83 ഓപ്ഷൻ ഡി ആണ്. 84ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 85ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 86ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 87 ഓപ്ഷൻ സി ആണ്. 88 ഓപ്ഷൻ ഡി ആണ്. 89ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 90ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 91ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 92ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 93ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 94ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 95 ഓപ്ഷൻ ഡി ആണ്. 96ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 97 ഓപ്ഷൻ സി ആണ്. 98 ഓപ്ഷൻ സി ആണ്. 99 ഓപ്ഷൻ ബി ആണ്. 100ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്.